2024. If A, B, C, A are in HP, what is the value of 1 by B minus A plus 1 by B minus C? Statement 1, statement 2, statement 3. ഇതിൻ്റെ വാല്യൂ 2 by ബിനോട് ഈക്വൽ ആണെങ്കിൽ ആണോ, അത് ഇതിൻ്റെ വാല്യൂ ഇതിന് ഈക്വൽ ആണോ, അല്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂ ഇതിന് ഈക്വൽ ആണോ ചെക്ക് ചെയ്യണം. നമ്മൾ ABC വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഷോർട്ട് കട്ട് മെത്തേഡ് മാത്രം മതി. ഇനി ഏത് പ്രോബ്ലം, ഏത് ചാപ്റ്റർ ആണെങ്കിലും ആയിക്കോട്ടെ, ABC XYZ എന്നൊക്കെയാണോ ഷോർട്ട് കട്ടും ഉപയോഗിച്ച് മാത്രം ചെയ്താൽ മതി. വേറെ ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിക്കാൻ നിന്നാൽ സമയം പോവും. ABC HP ആണെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറ, HPക്ക് ഒരു എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞേ, ഞാൻ പറയട്ടെ. 1 by 1, 1 by 2, 1 by 3, ഇത് HP അല്ലേ? ദിസ് ഈസ് ഇത് ഹാർമോണിക് പ്രോഗ്രഷനാണ്. എങ്ങനെ മനസ്സിലായി? കാരണം ഇതിൻ്റെ റെസിപ്രോക്കൽ AP ആണ്. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് നോക്കിയാൽ 1 2 3 ആണ്. അപ്പോൾ റെസിപ്രോക്കൽ AP ആണല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇത് HP ആണ്. അപ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡിൽ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ABC ആർ ഇൻ HP അല്ലേ? അപ്പോൾ ഇയാൾ A ആയിക്കോട്ടെ, ഇയാൾ B ആയിക്കോട്ടെ, ആൻഡ് ഇത് C ആയിക്കോട്ടെ. കാരണം ABC ആർ ഇൻ HP ആണ്. അപ്പോൾ ഞാൻ എക്കും ബിക്കും സിക്കും ഇതേപോലെ എന്തെങ്കിലും വാല്യൂ ഇട്ട് കൊടുക്കുക, HP ആവണം. അങ്ങനത്തെ വാല്യൂ ഇട്ട് കൊടുത്തു. അങ്ങനെ ഷോർട്ട് കട്ട് മെത്തേഡിൽ ചെയ്യാനാണ് നോക്കുന്നത്. ഡയറക്റ്റ് മെത്തേഡ് ഭയങ്കര ടഫാണ്. A 1 by 1, അതായത് 1, B 1 by 2, C 1 by 3 കൊടുത്തു. കാരണം ABC HP ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കണ്ടീഷൻ ശരിയാവുന്ന രീതിയിൽ എക്കും ബിക്കും സിക്കും ഒരു വാല്യൂ കൊടുത്തതാണ്. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഈസ് അവർ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ ഈസ് 1 by B minus A പ്ലസ് 1 by B minus C ആണ്. 1 by B minus A, ഒരു മിനിറ്റ്, ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ 1 by B minus A എന്ന് പറയുമ്പോൾ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 by 2 ആണ്. A എന്ന് പറഞ്ഞാൽ 1 by 1 ആണ്. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 by 2 ആണ്. C എന്ന് പറഞ്ഞാൽ 1 by 3 ആണ്. കാൽക്കുലേഷൻ ഡിസ്കസ് ചെയ്യുന്നില്ല, അത് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. വെറുതെ ഇതിനു വേണ്ടി LCM എടുക്കുന്നു അതെടുക്കുന്നു അതൊന്നും പറയില്ല. ചെയ്തു വരുമ്പോൾ ഇവിടെ 1 by പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ എഴുതും. മൈനസ് 1 by 2 വരും താഴെ. ഇവിടെ ചെയ്തു വരുമ്പോൾ 1 by 3 minus 2, 1 by 6 വരും. -2 + 6 വരും, 4 വരും. കാൽക്കുലേഷൻ സ്കിപ്പ് ചെയ്യണം. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ 4 വരും. നമ്മളെ ക്വസ്റ്റ്യൻ എക്സ്പ്രഷൻ 1 by B minus A plus 1 by B minus C ചെയ്തു വരുമ്പോൾ 4 കിട്ടുന്നുണ്ട്. ഏതൊക്കെ ആൾക്കാരാണ് 4 വരുന്നത്? ഇവിടെ ഫസ്റ്റ് 1 പറയുന്നത് 2 by B 4 വരുന്നുണ്ടോ? അല്ലേ, ഫസ്റ്റ് 1 2 by B ആണ്. അത് 4 വരുന്നുണ്ടോ? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 2 by B എന്ന് പറയുമ്പോൾ 2 by B 1 by 2 ആണല്ലോ. 2 by 1 by 2 4. അത് ശരിയാവുന്നുണ്ട്, കാരണം 4 ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇപ്പോൾ 2 by B ചെയ്തു തന്നപ്പോൾ 2 by 1 by 2 4 കിട്ടി. 1 കറക്റ്റാണ്. നമുക്ക് 2 നോക്കാം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 1 by A plus 1 by C ആണ്. 1 by A plus 1 by C എന്ന് പറയുമ്പോൾ 1 by A എന്ന് പറയുമ്പോൾ 1 by 1, A 1 ആണല്ലോ. 1 by C എന്ന് പറയുമ്പോൾ 1 by 1 by 3. കാൽക്കുലേഷൻ സ്കിപ്പ് ചെയ്യാണ്, കേട്ടല്ലോ. അത് 4 വരുന്നുണ്ട്. നിങ്ങൾക്ക് ആ കാൽക്കുലേഷൻ സെപ്പറേറ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. 4 വരുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ശരിയായി. ഇനി മൂന്നാമത്തെയും കൂടി നോക്കാം. ഇവിടെ എഴുതാം അല്ലേ. തേർഡ് 1 നോക്കാം. തേർഡ് 1 എന്ന് പറഞ്ഞാൽ 1 by 2 × 1 by A. ഇവിടെ എന്തോ കാൽക്കുലേഷൻ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണോ എന്താണെന്ന് അറിയില്ല, ചെയ്തിട്ടുണ്ട്. 1 by 2 × 1 by A plus 1 by B plus 1 by C. ഇത് 1 by 3 ആണെന്ന് തോന്നുന്നു. എനിവേ, അപ്പോൾ 3 അല്ല, 1 ഉം 2 ഇതെന്തോ മിസ്റ്റേക്കാണ്, ടൈപ്പിംഗ് എറർ ആണെന്ന് തോന്നുന്നു. 1 by 2 × 1 by A എന്ന് പറഞ്ഞാൽ 1 by 1, 1 by B എന്ന് പറഞ്ഞാൽ 1 by 1 by 2, 1 by C എന്ന് പറഞ്ഞാൽ 1 by 1 by 3, 1 + 2 + 3 വരുന്നുണ്ട്.
ഇവിടെ എന്തോ ചെറിയ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു കേട്ടോ. എനിവേ 1ഉം 2 മാത്രമേ വരുന്നുള്ളൂ. ഓപ്ഷൻ നോക്കേണ്ട ആവശ്യമില്ല. 1ഉം 2ഉം മാത്രമേ വരുന്നുള്ളൂ. 6/3 4 കിട്ടുന്നില്ല. അപ്പോൾ കറക്റ്റ് ആൻസർ ഇവിടെ എഴുതാം. ഓപ്ഷൻ നോക്കണ്ട. 1ഉം 2ഉം കറക്റ്റാണ്. തേർഡ് വൺ റോങ് ആണ്. ഇങ്ങനെ എഴുതിയാൽ മതി.